ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കേലയാണ്. ഏതാണ്? റൂർക്കേലയാണ്. അപ്പോൾ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? റൂർക്കേലയാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഏത് വർഷത്തിൽ സ്ഥാപിച്ചെന്നും അതുപോലെ തന്നെ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ തന്നിരിക്കുന്നത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ ടേബിൾ ആണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഈ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജംഷഡ്പൂരിലാണ്. എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. ഈ ജംഷഡ്പൂർ ഏത് സംസ്ഥാനത്തിലാണ്? ജാർഖണ്ഡിലാണ് കേട്ടോ. അതും കൂടി പഠിച്ചു വെക്കണം. ഏത് സംസ്ഥാനത്തിലാണ് എന്ന കാര്യം കൂടി പഠിച്ചു വെക്കുക. ജംഷഡ്പൂർ ഏത് സംസ്ഥാനത്തിലാണ്? ജാർഖണ്ഡിലാണ്. ഈ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയുടെ സവിശേഷത എന്താണ്? ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ്. ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭദ്രാവതിയിലാണ്. കർണാടകയിലെ ഭദ്രാവതിയിലാണ്. കർണാടകയിലെ ഭദ്രാവതിയിലാണ്. എന്താണ് പ്രത്യേകത? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്ന് പറയുന്നത് അല്ലെ. ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകയിലാണ് കേട്ടോ. കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗിലാണ്. എവിടെയാണ്? ദുർഗിലാണ്. ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. ഛത്തീസ്ഗഡ് ആണ്. അപ്പോൾ ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. സവിശേഷത എന്താണ്? റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. എന്താണ്? റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഭിലായ് ആണ്. ഏതാണ്? ഭിലായ് ആണ്. എപ്പോഴാണ് സ്ഥാപിച്ചത്? 1959ലാണ്. 1959ലാണ്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഈ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? സുന്ദർഗഡിലാണ്. ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. അപ്പോൾ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. ഇതിന്റെ സവിശേഷത എന്താണ്? ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? റൂർക്കേലയാണ്. റൂർക്കേലയാണ്. എപ്പോഴാണ് സ്ഥാപിച്ചത്? 1959ലാണ്. 1959ലാണ്. അപ്പോൾ 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് റൂർക്കേല എന്ന് പറയുന്നത്. എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആണ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. ഇതിന്റെ സവിശേഷത എന്താണ്? UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചു. അതായത് ബ്രിട്ടന്റെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച
ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദുർഗാപൂർ എന്ന് പറയുന്നത്. ഈ ദുർഗാപൂർ ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാളിലാണ് അല്ലെ? ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാളിലാണ്. ഈ ദുർഗാപൂർ കൊൽക്കത്തയിലാണ് കേട്ടോ, കൊൽക്കത്തയിലാണ്. അപ്പോൾ 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദുർഗാപൂർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോയാണ്. ഈ ബൊക്കാറോ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ബൊക്കാറോ ജാർഖണ്ഡിലാണ് കേട്ടോ, ജാർഖണ്ഡിലാണ്. ഇതിന്റെ സവിശേഷത എന്താണ്? റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. എപ്പോഴാണ് സ്ഥാപിച്ചത്? 1964 എല്ലാത്തിന്റെയും വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കുന്ന സമയത്ത് വർഷവും സംസ്ഥാനവും ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ആരംഭിച്ചത് അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്ന കാര്യവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ബൊക്കാറോ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച 2 ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഭിലായും ബൊക്കാറോയുമാണ്. ഭിലായ് എപ്പോഴാണ് സ്ഥാപിച്ചത്? 1959 ബൊക്കാറോ സ്ഥാപിച്ചിരിക്കുന്നത് 1964 1964 അപ്പോൾ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ജംഷഡ്പൂരിലാണ്. ജംഷഡ്പൂർ ഏത് സംസ്ഥാനത്തിലാണ്? ജാർഖണ്ഡിലാണ് അല്ലെ? ജാർഖണ്ഡിലാണ്. അതിന്റെ സവിശേഷത എന്തായിരുന്നു? ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇനി പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതായിരുന്നു? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? പശ്ചിമ ബംഗാൾ അല്ലെ? പശ്ചിമ ബംഗാളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ആണ്. അത് സ്ഥാപിച്ചിരിക്കുന്നത് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. കർണാടകയിലെ ഭദ്രാവതിയിലാണ്. 1923 കേട്ടോ സ്ഥാപിച്ചിരിക്കുന്നത്. 1923 ജനുവരി 18 സ്ഥാപിച്ചിരിക്കുന്നത് എന്ന കാര്യം കൊണ്ട് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തത് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടി സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഭിലായ് എന്ന് പറയുന്നത്. അതെവിടെയാണ്? ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ഇനി ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ 1959 സ്ഥാപിച്ചത് റൂർക്കേലയാണ്. റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. അടുത്തത് 1962 UK അതായത് ബ്രിട്ടന്റെ സാങ്കേതിക സഹായത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദുർഗാപൂർ എന്ന് പറയുന്നത് അല്ലെ? എവിടെയാണ്? കൊൽക്കത്തയാണ് അല്ലെ? പശ്ചിമ ബംഗാളാണ് കേട്ടോ. കൊൽക്കത്ത പശ്ചിമ ബംഗാളാണ്. അടുത്തത് 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടി ആരംഭിച്ചത് ബൊക്കാറോ ആണ്. എവിടെയാണ്? ജാർഖണ്ഡ് ആണ് അല്ലെ? ജാർഖണ്ഡിലെ ബൊക്കാറോയിലാണ്. അപ്പോൾ ഈ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും എല്ലാ പോയിന്റ്സും പഠിക്കുക. കൃത്യമായിട്ട് വർഷം പഠിക്കുക. ഏത് സംസ്ഥാനത്തിലാണ്, എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.